أيها الحفل الكريم الذين قدموا بتقديم هذه القصيدة البردة المباركة أروع ما ألف في المدح النبوي في تاريخ البشرية جمعاء، هم فريق الإنشاد الديني تحت إشراف السيد أحمد بن يوسف، فجزاكم الله خير الجزاء على هذه التلاوة المباركة، ونشكركم باسم القائمين على هذا البرنامج. حياكم الله جميعا. وبعد هذا البرنامج سوف يعقد خطبة فضيلة الأستاذ الشيخ أبو بكر بن أحمد بعد فترة قصيرة إن شاء الله. Thank you very much. Thank you, brothers. Both are a scientific team for your beautiful presence in our esteemed dais. We offer our greatest thanks to Firqat al-Dara, both the scientific team. الفاتحة.
بالله. قراءة فواز الدين خالد. ടൊയോട്ട കൊറോള കാർ നമ്പർ 5753 എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുന്നതാണ്. أيها الإخوة الأعزاء والحضار الكرام، بداية اسمحوا لي أن أرحب باسمكم جميعا بالشيخ أبو بكر أحمد الأمين العام لجمعية علماء الهند، وبالشيوخ وبالسادات، مشكورين تلبية لدعوتنا المتواضعة للمشاركة في هذا الحفل الكريم بمناسبة احتفاء الذكرى العطرة لميلاد سيد البشرية محمد صلى الله عليه وسلم. كما أرحب بالسادة العلماء والفضلاء وأصحاب العطوفة والسعادة والإخوة والأحباء جميعا والذين شاركوا حفلنا هذا. كما أشكر كل الذين ساهموا لإنجاح إحياء هذه الذكرى العطرة. وبهذه المناسبة العطرة نتقدم بأسماء آيات التهاني والتبريكات إلى مقام صاحب السمو الشيخ خليفة بن زايد بن سلطان آل نهيان حفظه الله رئيس الدولة، ومقام صاحب السمو الشيخ محمد بن راشد بن سعيد آل مكتوم نائب رئيس الدولة ورئيس مجلس الوزراء حاكم دبي. والفريق الأول سمو الشيخ محمد بن زايد بن سلطان آل نهيان ولي عهد أبو ظبي ونائب القائد الأعلى للقوات المسلحة، وأصحاب السمو حكام الإمارات وأصحاب المعالي والسعادة، جزاهم الله خير الجزاء على ما تقدمونه من خدمات جلية للأمة الإسلامية في شتى أنحاء العالم وبخاصة في دولة الهند.
كما ندعو من صميم قلوبنا للوالد المغفور له الشيخ زايد بن سلطان آل نهيان الذي أرسى دعائم قصيرة البناء والتنمية والتي نشهدها في هذه الدولة الشقيقة دولة الإمارات العربية المتحدة، فرحمه الله رحمة واسعة وأسكنه فسيح جناته جزاء ما تقدم من خير وعطاء للأمة الإسلامية والإنسانية جمعاء. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, പ്രൗഢമായ ഈ വേദിയിൽ ഒത്തുകൂടിയ സാംസ്കാരിക സാമൂഹിക നായകന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വീകരിക്കുമാറാകട്ടെ. വിശ്വപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വിശ്വമാകെ സന്തോഷത്തോടുകൂടെ, ആഹ്ലാദത്തോടുകൂടെ, ആമോദത്തോടുകൂടെ ആനന്ദിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ അതിൽ ഞങ്ങളും പങ്കാളികളാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അബുദാബി ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച വിശുദ്ധമായ റബീഇന്റെ വേദിയാണ്. അതുതന്നെ പ്രൗഢമായ വന്ദരായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ മദ്ഹ് റസൂൽ പ്രഭാഷണ വേദിയാണ്. ഇവിടെ ഒത്തുകൂടിയ നേതാക്കൾ, മർക്കസിനെ കുറിച്ച്, വന്ദരായ ശൈഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ച്, ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിനെ കുറിച്ച് വിശദമായി സംസാരിക്കേണ്ട സമയം അല്ല. എങ്കിലും ICF എന്ന മഹത്തായ സംഘടന, സുന്നി യുവജന സംഘം എന്ന കേരളക്കരയിൽ പ്രവർത്തിക്കുന്ന, അതല്ലെങ്കിൽ 6 പതിറ്റാണ്ടിന്റെ തിരുമുറ്റത്ത് എത്തി നിൽക്കുന്ന സുന്നി യുവജന സംഘം, സുന്നി യുവജന സംഘത്തിന്റെ മഹത്തായ പ്രവർത്തനങ്ങളെ കുറിച്ച് കേരളീയർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ആ മഹത്തായ സംഘടനയുടെ പ്രവർത്തന ബോധ, അതിന്റെ തേരോട്ടം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളം എന്നതിനപ്പുറം ഇന്ത്യ എന്ന വിശാലമായ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവാസി സുഹൃത്തുക്കൾക്ക് അവരുടെ ആശയവിനിമയങ്ങൾക്കും അവരുടെ പ്രവർത്തന ഏകീകരണത്തിനും വേണ്ടി ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന നാമത്തിൽ അത് പുതിയ പ്രവർത്തന പദ്ധതികളുമായി, പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങളുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ നമ്മുടെ ഈ സംഘടനക്കും സാരഥികൾക്കും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയാണ്. മഹത്തായ നമ്മുടെ സംഘടനയും സംഘടനാ സാരഥികളും ICF-ഉം മർക്കസും വന്ദരായ ശൈഖുന കാന്തപുരം ഉസ്താദും ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. കേരളക്കരയിൽ, ഇന്ത്യ രാജ്യത്ത് സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് കാന്തപുരം ഉസ്താദ്, മർക്കസ്, SOS ഒക്കെ നടത്തി വരുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അറിയാം. അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളക്കര ഒരുപാട് പണ്ഡിതന്മാർ, പൂർവികരായ നേതാക്കന്മാർ, യുഗപുരുഷന്മാർ അവരെയൊക്കെ സമ്മാനിച്ച നാടാണ്. ഇസ്ലാമിന്റെ വിശാലമായ ചരിത്രങ്ങളിലേക്ക് പാരമ്പര്യമുള്ള, അഭിമാനമുള്ള ചരിത്രത്തിന്റെ വാക്താക്കളാണ് മുസ്ലിങ്ങളായ നാമൊക്കെ. കേരളീയർക്ക് ഒരുപാട് യുഗപുരുഷന്മാരെ സമ്മാനിച്ചിട്ടുണ്ട്. ഇസ്ലാമിക കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാൻ പര്യാപ്തമായ ഐതിഹാസികമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹാരഥന്മാർ, സാദാത്യങ്ങൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ അവരൊക്കെ ജീവിച്ചു പോയ നാടാണ് നമ്മുടെ നാട്. മഹാന്മാരായ ജഫ്രി സാദാത്യങ്ങളും അതുപോലെ തന്നെ ബുഖാറ സാദാത്യങ്ങളും അവരുടെയൊക്കെ ആത്മീയ പടയോട്ടങ്ങൾ അതൊക്കെ അനുഭവിച്ചു
പ്രത്യേകിച്ച് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം സയ്യിദ് അവറുകൾ, അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ മഹിതമായ സ്വാതന്ത്ര്യ സമര വിഷയങ്ങളിലൊക്കെ സംബന്ധിക്കുകയും ആത്മീയമായ നേതൃത്വം നൽകുകയും ചെയ്ത വെളിയങ്കോട് മർക്കാവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, പൊന്നാനി മഖ്ദൂമുമാർ, പ്രത്യേകിച്ച് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ഇന്ത്യ രാജ്യത്ത് അതല്ലെങ്കിൽ കേരളക്കരയിൽ പൊന്നാനിയിൽ ദർസ് സ്ഥാപിക്കുമ്പോൾ വിശാലമായ അൽ അസ്ഹറിനെ പോലെയുള്ള ഒരു സർവകലാശാല സ്വപ്നം കണ്ടിരുന്നുവെങ്കിൽ ആ മഹത്തായ ദർസിന്റെ ബിരുദദാന സമ്മേളനത്തിന് വേണ്ടി കൊണ്ടുവന്നത് കൈറോയിൽ നിന്ന് അതല്ലെങ്കിൽ അസ്ഹറിൽ നിന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ ആയിരുന്നുവെങ്കിൽ അവരുടെയൊക്കെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളെന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ വിശദമായി അതിലേക്ക് കടക്കുകയല്ല. ആയിരക്കണക്കിന് പള്ളികൾ സ്ഥാപിച്ച്, പതിനായിരക്കണക്കിന് യതീമുകളെ സംരക്ഷിച്ച്, ലക്ഷക്കണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് ആശ്വാസമേകി ഒരുപാട് പള്ളികൾ സ്ഥാപിച്ച്, ഇന്ത്യയൊട്ടാകെ പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ യുഗപുരുഷനായി പിറവിയെടുത്ത വന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദ് ഇരുത്തിനാൽ പ്രശംസിക്കുന്നില്ല. പക്ഷേ നമുക്ക് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തുകൊണ്ട്, ദുആ ചെയ്തുകൊണ്ട് അവരോടൊപ്പം ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാനുള്ള അവസരം അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മർക്കസ് ലോകത്ത് കാഴ്ചവെക്കുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ കണ്ടാസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് നാമൊക്കെ. മർക്കസ് വളർന്നു പന്തലിച്ചു, SOS വളർന്നു പന്തലിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ ആസാമിൽ, കാശ്മീരിൽ, ഗുജറാത്തിൽ എന്ന് വേണ്ട ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞു. മഹത്തായ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക്, സാമൂഹ്യ സേവനങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ആ മഹത്തായ സംഘടനയുടെ എല്ലാം മന്ദിരായ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ഒരുപാട് ദീർഘായുസ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പുതിയ പ്രവർത്തനങ്ങളുമായി ആവേശത്തോടുകൂടെ ഇന്നും നമുക്ക് മുമ്പിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന വന്ദിരായ ശൈഖുന കാന്തപുരം ഉസ്താദ് നമ്മുടെ മുമ്പിൽ സമ്മാനിക്കുന്ന വലിയ സന്ദേശം നോളജ് സിറ്റിയിലൂടെ, അതല്ലെങ്കിൽ മസ്ജിദ് ഷാറുൽ മുബാറക്കിലൂടെ നാം സന്തോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുതുബ് മിനാറും ചെങ്കോട്ടയും ചാർമിനാറും അവിടെ കോടികളുടെ കഥയല്ല പറയുന്നത്, കോടികളുടെ ചരിത്രമല്ല നമ്മോട് പറയുന്നത്, മറിച്ച് ഇന്ത്യൻ മുസ്ലിംകളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിം ഭരണാധിപന്മാരുടെ പടയോട്ടങ്ങളുടെ ചരിത്രമാണ് അതിലൂടെ നാം വായിക്കുന്നത് എങ്കിൽ ഇൻഷാ അല്ലാഹ് 4 പതിറ്റാണ്ടുകാലം സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത് വിപ്ലവം നടത്തിയ മർക്കസിന്റെ വന്ദനായ ശൈഖുന കാന്തപുരത്തിന്റെ പ്രോജ്വലിക്കുന്ന പ്രതിബിംബമായി മാറുകയാണ് നാം ഇവിടെ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന മസ്ജിദ് ഷാറുൽ മുബാറക് നോളജ് സിറ്റി. ഇൻഷാ അല്ലാഹ് അതിൽ നിസ്കരിക്കാൻ ആളുണ്ടാകുമോ എന്ന് ആരും സംശയിക്കേണ്ടതില്ല, ആരും പരിതപിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എഴുതി വെക്കാം, ചരിത്രം മാറ്റി കുറിച്ച ഒരുപാട് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനിയും ഒരുപാട് പുതിയ ചരിത്രങ്ങൾ വരാനിരിക്കുന്നു. ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ ഇനിയും നാം കാണാനിരിക്കുകയാണ്. ഇന്ത്യയുടെ അതല്ലെങ്കിൽ ലോക മുസ്ലിങ്ങളുടെ സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സംഗമ ഭൂമികയായി ഇൻഷാ അല്ലാഹ് മർക്കസ് നോളജ് സിറ്റിയും അതേപോലെ മസ്ജിദ് ഷാറുൽ മുബാറക് വരാൻ പോവുകയാണ്. അതൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും കാണാനും ഒക്കെ അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ട ഒത്താശകൾ ചെയ്തുകൊണ്ട് സഹകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ കൂടുതൽ പരത്തി പറയുന്നില്ല. മർക്കസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ICFന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, SOSന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ത്യാഗനിർഭരമായ നമ്മുടെ പണ്ഡിത സാദാത്യങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പേര് സംഘടിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ സ്വീകരിക്കാനും അവരെയൊക്കെ ആനയിക്കാനും ബഹുമാനിക്കാനും
അവസരം നൽകിയ അല്ലാഹുവിനൊരായിരം സ്തുതികൾ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനമായി അബുദാബിയിൽ നിലകൊള്ളുന്ന മഖറുൽ ഹിന്ദി അൽ ഇസ്ലാമി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, നേതാക്കൾ, പ്രത്യേകിച്ച് നമ്മളെക്കാളുപരി ഈ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച, ഉൾക്കടമായി അഭിലഷിച്ച മഹാൻ വ്യക്തിത്വത്തിന്റെ ഉടമകളായ വന്യരായ ബാബ ഹാജി, എന്താണ് നന്ദിയും സ്വാഗതവും എങ്ങനെയാണ് ഞാൻ അർപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വന്യരായ ബാബ ഹാജി, അതിന്റെ അധികരായ സെക്രട്ടറി മൊയ്തു സാഹിബ്, അതിന്റെ ഭാരവാഹികൾക്കെല്ലാം ഹൃദയംഗമായ നന്ദിയും സ്വാഗതവും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹത്തായ നമ്മുടെ ഈ സാംസ്കാരിക കേന്ദ്രം, ഈ മഖറുൽ ഹിന്ദി എന്നറിയപ്പെടുന്ന ഈ മഹത്തായ സംരംഭം, മഹത്തായ സ്ഥാപനം, ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നിരതരാകുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയും നമുക്ക് ആശയം അല്ലാഹു അവർക്കൊക്കെ ദീനിന്റെ പ്രവർത്തനങ്ങളുമായി, നല്ല പ്രവർത്തനങ്ങളുമായി കൂടുതൽ കാലം പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു കൂടുതൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച നമ്മുടെയൊക്കെ അഭിമാനം, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ പ്രവാസി സുഹൃത്തുക്കളുടെയൊക്കെ അഭിമാനമായ യൂസുഫ് അലി സാഹിബ്, അദ്ദേഹം ഇതിന്റെ ഭാഗമാക്കാകേണ്ട അല്ലെങ്കിൽ ഈ വേദി ഉദ്ഘാടനം ചെയ്യേണ്ട വ്യക്തിത്വമായിരുന്നു. വളരെ അടിയന്തരമായ ഒരു കാരണം, വളരെ അടിയന്തരമായ ഒരു വിഷയം കാരണം ഡൽഹിയിലേക്ക് ഇന്നലെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. സന്ദേശം ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് വായിക്കാം. അദ്ദേഹത്തിന്റെ ഹൃദയംഗമായ സ്വാഗതവും നന്ദിയും ഞങ്ങൾ അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ രംഗങ്ങളിൽ, സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നാം അഭിലഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതേപോലെ ഇതിനുവേണ്ടി സഹകരിച്ച, സഹായിച്ച നേതാക്കൾ എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിക്കുകയാണ്. എന്റെ സ്വാഗത ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വേദിയിൽ സമ്മേളിച്ച ഡോക്ടർ ഷാജിൻ ജമാൽ, ഡോക്ടർ സലാം, അതേപോലെ തന്നെ ICF-ന്റെ കരുത്തരായ പ്രസിഡന്റ്, അതിന്റെ ജനറൽ സെക്രട്ടറി, അതേപോലെ തന്നെ ഫാത്തിമ ഗ്രൂപ്പിന്റെ നേതാക്കൾ, അതേപോലെ ഹമീസ് റാഷിദ് തുടങ്ങിയ എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ തുടങ്ങുന്നില്ല. സ്ഥലം വളരെ പരിമിതമാണ്. അതുകൊണ്ട് കടക്കാൻ കഴിയുന്നവർ മാത്രം കടക്കുകയും അല്ലാത്തവർ പുറമേ നിന്ന് ശ്രമിക്കുകയും ചെയ്യണം. വളരെ അച്ചടക്കത്തോടുകൂടി നമ്മുടെ ഈ സദസ്സ് ഓരോരുത്തരും നിയന്ത്രിച്ചുകൊണ്ട് നിലനിർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വേദിയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ UAE ദേശീയ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുസ്തഫ ദാരിമി കടാങ്കോട് അവர்களാണ്. മദ്ഹൂർ റസൂൽ പ്രഭാഷണ വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ അഭിമന്യനായ പ്രസിഡന്റ് ബാബ ഹാജി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന താങ്കൾക്കും അബൂബക്കർ മുസ്ലിയാർ അവരുടെ സ്റ്റേജിലും വേദിയിലും സന്നിഹിതരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വെച്ച് പ്രവാചക ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടി പ്രഭാഷണ പരിപാടി ബഹുമാനപ്പെട്ട ഉസ്താദ് താങ്കൾക്കും നിർവഹിക്കുന്നതാണ്. ഈ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും സാലിഹ അമലുകളായി അല്ലാഹു സ്വീകരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെയും സഹോദരരായ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം
Thank you, sir. Thank you, Mr. Mohan Haji, for your nice words in our esteemed guys. അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനായ മുസ്തഫ ദാരിമി കടാങ്കോട് അവர்களுം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. ഏറ്റവും സമാദരണീയരായ സൂചന അമർന്നുലമ അന്തർഗത ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഇസ്ലാം സെൻട്രൽ പ്രസിഡന്റ് ബാബ ആദം, സെൻട്രലിൻ്റെ അജയ്യനായ ജനറൽ സെക്രട്ടറി മൊയ്തു ഹാജി കടന്നപ്പള്ളി, മറ്റു വിശിഷ്ടാതിഥികൾ, ഈ മഹത്തായ സമ്മേളനത്തിൽ സംഗമിച്ച മുസ്ലിമുകൾ,